സുമാർ 2 കൊല്ലം മുമ്പ് ഞാൻ പന്നിയൂർ വണ്ണിൻ്റെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത കൊടിത്തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അത് ഇവിടെ കൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് നട്ടു. പന്നിയൂർ വൺ ഇനത്തിൽപ്പെട്ട കൊടിയാണത്. അത് നട്ട് കുറച്ചാൾ കഴിഞ്ഞ് വേണ്ടത്ര വളർച്ചയില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും പൊട്ടി വന്ന ഒരു കൊളിബ്രീനത്തിൻ്റെ ഒരു തണ്ട് മുറിച്ച് അത് ഞാൻ തന്നെ വീണ്ടും അത് രണ്ടാമത്തെ തലയായിട്ടത് ഗ്രാഫ്റ്റ് ചെയ്തു. അത് രണ്ടും പിന്നീട് നല്ലവണ്ണം വളർന്ന് കയറി അതിൻ്റെ ഒരു മഹാഗണി മരത്തിലേക്കാണ് കയറ്റി വിട്ടത്. ആ മഹാഗണി മരത്തിൽ നല്ലവണ്ണം പിടിച്ച് കയറി അതിൻ്റെ അറ്റം വരെ എത്തി നിൽക്കുകയാണ്. ഏകദേശം ഒരു 3 ആൾ ഉയരത്തിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകത, ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് ഏകദേശം ഒരു 2 അടി മുകളിലേക്ക് മാറിയിട്ട് അതിൻ്റെ പ്രധാന തണ്ടിൽ നിന്നും വേരുകൾ ധാരാളമായിട്ട് ഇറങ്ങി അതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്ന് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വേരുകൾ ധാരാളമായിട്ട് വലിയ വണ്ണത്തിൽ തന്നെ ആ വേരുകൾ അതിൻ്റെ മെയിൻ സ്റ്റമ്പിൻ്റെ കഴിഞ്ഞും വണ്ണത്തിൽ അതിൻ്റെ വേരുകൾ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി. അപ്പം ഇതിന് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല എങ്കിലും നല്ല വളർച്ചയാണ് കാണിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് നല്ലവണ്ണം അതിൻ്റെ എല്ലാം തലയെല്ലാം പൊട്ടി ശാഖകളൊക്കെ പൊട്ടി വളർന്ന് കാണുന്നുണ്ട്. അത്യാവശ്യം മുകൾ ഭാഗത്തേക്ക് അത്യാവശ്യം കുരുമുളകും പിടിച്ചിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ചെടികളുടെ പ്രത്യേകത, അത് നമുക്ക് താഴെ ഇറക്കി പതിക്കാൻ സാധിക്കില്ല. അത് നേരെ കുറേ നാളുകളോളം അത് നേരെ മരത്തിൻ്റെ മുകളിലേക്ക് മാത്രമേ വളരുകയുള്ളൂ. ഇത് കണ്ണി പൊട്ടാനുള്ള ഒരു പ്രവണത കാണിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ 2 കൊല്ലത്തിന് ശേഷം അതിൽ ധാരാളം കണ്ണികൾ പൊട്ടുകയും താഴെ നിന്ന് തന്നെ ധാരാളം കണ്ണികൾ പൊട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേരുകൾ ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുണ്ടോ എന്നുള്ളത് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു.